നിലമ്പൂർ ആയിഷ, നിലമ്പൂരിന്റെ സ്വന്തം ആയിഷാത്ത നമ്മോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പാണ്, പക്ഷേ ഇപ്പൊ 2 ദിവസമായിട്ട് സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടേ വളരെ 23-ന് കാണാം തള്ളച്ചി എന്നൊക്കെയാണ് വിളിച്ചത്. കണ്ടില്ലേ? അതെന്തെങ്കിലും വിളിച്ചോട്ടെ, ഞാൻ തള്ളച്ചിയാണല്ലോ, ഞാൻ തള്ളച്ചിയാണ്. അത് അവരൊക്കെ വിളിച്ചോട്ടെ, അത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് എന്താണ് ഒരു ബേജാറ്? അവർക്ക് എന്തിനാണ് ബേജാറ്? അവർ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇത് വേറെ പോകുമായിരുന്നില്ലല്ലോ. അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത് മസ്റ്റായ കാര്യമാണ്. ഉറപ്പായും സ്വരാജ് ജയിക്കുമെന്നുള്ള വിശ്വസിക്കേണ്ട ജയിക്കും, ജയിക്കണം. ഈ ഇത്തരത്തിലുള്ള ആളുകളോട് പുച്ഛം അങ്ങനെ തന്നെയല്ലേ? പുച്ഛാണ് എനിക്ക് അങ്ങനത്തെ ആളുകളോട് പുച്ഛാണ്. കാരണം എന്താണ്, ഒരു സ്ത്രീനെ പറ്റിയ ഇത്രയും ഭാഷ ഉപയോഗിക്കുന്നവർ. ഒരു മനുഷ്യനാണെങ്കിൽ സംസാരിക്കാൻ പാടുണ്ട് അങ്ങനത്തെ ഭാഷയിൽ? അത് പാടില്ലല്ലോ. അപ്പം അവർക്ക് ഉമ്മയാര്, മക്കളാര്, മനുഷ്യനാര്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ മനുഷ്യൻ സ്ത്രീയെയും പുരുഷനെയും ജീവിച്ചിട്ടുള്ളൂ. നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യമാണ് വലുത്. ഈ ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിൽ, അത് വലിയ നേതാക്കളൊന്നും അല്ല പറയുന്നത്, പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അത് തിരുത്താൻ തയ്യാറാകുന്നുമില്ല സോഷ്യൽ മീഡിയയിലെ. അതാണ് ചെറിയ ചെറിയ ആളുകൾ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ പറയും, ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പോകൂലേ, അതുകൊണ്ടുള്ള പറച്ചിലാണ് അത്. ഈ സ്വരാജ് അല്പസമയം മുമ്പ് പറഞ്ഞതേ വെടിയുണ്ടകളെ തോൽപ്പിച്ച ആളാണ് ആയിഷാത്ത എന്നാണ്. പക്ഷേ ഇതിനൊന്നും തോൽച്ചു കൊടുക്കില്ല എന്നല്ല, അങ്ങനെയല്ല. നാടകം കളിക്കുന്ന കാലത്ത് അത് തന്നെയല്ലേ? അത് തന്നെയാണ്. നാടകം കളിക്കുന്ന കാലത്ത് മുതൽ, സിനിമ കളിക്കുന്ന കാലത്ത് മുതൽ ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. വെടിയുണ്ടകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും നോക്കിക്കോട്ടെ, വെടിവെച്ചോട്ടെ. അങ്ങനെയാണ് മരിക്കാൻ വിധി എന്ന് വിചാരിച്ചാൽ ഞാൻ മരിക്കാനും തയ്യാറാണ്. ആ തയ്യാറായതുകൊണ്ടാണല്ലേ ഞാൻ നടക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥികളുടെ പിന്തുണ തുടരും, വരും ദിവസങ്ങളിലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും അതാണ് നിലമ്പൂർ ആയിഷാത്തയ്ക്ക് ജനങ്ങളോട്, ഇത്തരത്തിൽ വിമർശിക്കുന്ന ആളുകളോട് അടക്കം പറയാനുള്ളത്. അത് അവരുടെ സംസ്കാരം, അവർ അത് പുച്ഛത്തോടു കൂടി തള്ളിക്കളയുന്നു എന്നാണ് നിലമ്പൂർ ആയിഷ പറയുന്നത്. അവരുടെ സംസ്കാരം, അത്തരം ഭാഷ ഉപയോഗിക്കുന്ന അവരുടെ സംസ്കാരം. നല്ല മനുഷ്യർ നല്ലതേ സംസാരിക്കുള്ളൂ, ഇത്ര ഈ പുച്ഛിച്ച് സംസാരിക്കൂല. തീർച്ചയായും അതാണ് പറയാനുള്ളത്. ഷിജു ചവറയ്ക്കൊപ്പം ശ്രീകുമാരൻ, ടീം 24 നിലമ്പൂർ.